വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമോ എന്നുള്ള ചർച്ചകൾ ചൂടുപിടിക്കുമ്പോഴും കോൺഗ്രസ് നേതൃത്വം ഇതുവരെയും പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ്. റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി സോണിയാഗാന്ധിക്ക് പകരം എത്തിയേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ അവസാനിപ്പിച്ച് ബിജെപിയുടെ ഉറച്ച കോട്ടയായ വാരണാസിയിൽ പ്രിയങ്ക സ്ഥാനാർത്ഥിയാകണമെന്ന ആവശ്യം പ്രവർത്തകരും നേതാക്കളും ശക്തമാക്കിയിരുന്നു. പ്രിയങ്കയിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് 2022 UP നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ വിജയമാണ്. പ്രവർത്തകരുടെ ആവശ്യത്തിനൊടുവിൽ വാരണാസിയിൽ താൻ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് പ്രിയങ്ക ഗാന്ധി അറിയിച്ചിരുന്നു. പക്ഷേ AICC നേതൃത്വം അന്തിമ തീരുമാനം അറിയിച്ചിട്ടില്ല. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ രാഹുൽ ഗാന്ധി ഇതിനെക്കുറിച്ച് സൂചന നൽകിയിരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള 2 ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ മോദിക്കെതിരെ മത്സരിക്കുമെന്നാണ് മറുപടി നൽകിയത്. അതാരാണെന്ന ചോദ്യത്തിന് അത് സസ്പെൻസ് ആണെന്നും സസ്പെൻസ് ഒരിക്കലും മോശം കാര്യമായിരിക്കില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്നില്ല എന്ന ചോദ്യത്തിന് നിഷേധിക്കുന്നുമില്ല, സമ്മതിക്കുന്നുമില്ല എന്നായിരുന്നു രാഹുൽ ഗാന്ധി മറുപടി നൽകിയത്. എന്നാൽ അമ്മ സോണിയാഗാന്ധിക്ക് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നതിനോട് തീരെ താല്പര്യമില്ല. വാരണാസിയിൽ മോദിക്കെതിരെ മത്സരിച്ച് തോൽക്കുകയാണെങ്കിൽ അത് പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ഇല്ലാതാക്കുമെന്നുള്ള ആശങ്കയാണ് സോണിയാഗാന്ധിക്ക്. അതേസമയം കഠിനാധ്വാനിയായ ആത്മവിശ്വാസമുള്ള നേതാവായ പ്രിയങ്ക ഗാന്ധിക്ക് വാരണാസിയിൽ മോദിക്ക് ശക്തമായ മത്സരം നൽകാനാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.